മൈൻക്രാഫ്റ്റിന്റെ തേർഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ട്രേഡിംഗ് ഹാളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചെറിയ സെറ്റപ്പാണ്. പക്ഷേ അതിനകത്ത് ഞാൻ പ്രൊഫഷണൽ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട. പിന്നെ ഞാൻ ഓൾറെഡി ബോക്സൊക്കെ കയ്യിലൊക്കെ ഫിക്സ് ചെയ്തെടുത്തായിരുന്നു. ഫസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കാം, എന്നിട്ട് വില്ലേജേഴ്സിനെ കൊണ്ടുപോകാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ പുതിയ സീരീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ബിഗിങ് സീരീസ് എന്നാണ് പേര്. അതൊക്കെ കണ്ടിട്ട് വരിക. ഷോർട്സ് ആയിട്ടാണ്. നമുക്ക് ഈ സൈഡ് ചേർന്നുണ്ടാക്കാം. വില്ലേജേഴ്സിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക്, പിന്നെ ഏകദേശം 3 ബ്ലോക്ക് വീതിക്ക് വേണം നമുക്ക് പണിയാൻ. 3 അല്ല 2. ഇല്ല 2 ഇത് മതി, അതാണ് നല്ലത്. 3 വെക്കണ്ട. 3 ബ്ലോക്ക് വെക്കാൻ നല്ലതെന്ന് തോന്നുന്നു. 2 വെച്ചാൽ നമുക്ക് പാടായിരിക്കും. നമുക്ക് ഇവിടം തൊട്ട് പണി തുടങ്ങി. 10 വില്ലേജേഴ്സിനെയാണ് നമുക്ക് എടുത്ത് വെക്കേണ്ടത്. 1 2 ഇവിടെയായിട്ടാണ് വില്ലേജേഴ്സിന്റെ വർക്ക്. നമുക്ക് ബ്ലോക്ക് ഇടവിട്ട് വേണം. ഏകദേശം ഒരു ഐഡിയ കാണിച്ചു തരാം. ഏകദേശം ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇപ്പൊ എല്ലാവർക്കും ഐഡിയ കിട്ടി കാണാൻ തോന്നുന്നു. എന്നിട്ട് ഈ വുഡ് ഇങ്ങനെ ഡിസൈൻ ആക്കുക. ഇങ്ങനെയാണ് ഞാൻ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ബ്ലോക്ക് ഇടവിട്ട് ഇങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല. ഉള്ളിൽ ടോർച്ചും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഡോർ റെയിൽ ടാപ്പ് ഡോർ വെക്കാതെ തന്നെ ഉള്ളിലോട്ട് ടാപ്പ് ഡോർ വെച്ചാലും വലിയ സീനൊന്നുമില്ല. ഉള്ളിലോട്ട് അങ്ങ് സ്മൂത്തായി കടന്നു വെക്കുള്ളൂ. ഇങ്ങനെ ആക്കാനാണ് എൻ്റെ പ്ലാന്. വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇങ്ങനത്തെ 2 അതുപോലെ ഇങ്ങനെ 10 ഈ വരിയിൽ 5 പിന്നെ ഇങ്ങോട്ട് ഈ വരിയിലും 5 4 ബ്ലോക്ക് കിടക്കുന്നു. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇങ്ങനെ പോകും. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ട്രേഡിങ് ഹാൾ ഉണ്ടാവും. അതിനകത്ത് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യും. പിന്നെ ഇപ്പുറത്ത് അവിടെ നിന്ന് ട്രേഡ് ചെയ്യും. ഇപ്പുറത്തും ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ട്രേഡ് ചെയ്യും. എന്നിട്ട് ഇപ്പുറത്തും ഉണ്ടാവും, അവിടെ നിന്ന് ട്രേഡ് ചെയ്യും. ഇങ്ങനെ ട്രേഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാന്. ഓക്കെ, ഇത് തൽക്കാലത്തേക്ക് ഇതിലും വലിയ ബിൽഡൊക്കെ ഞാൻ ചെയ്യും. ഗൈസ്, ഇത് മൊത്തം വെച്ചിട്ട് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഫുള്ള് പണിത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ ഡേറ്റ് ഒന്ന് മാറ്റിയിട്ട് ഡീപ് സ്റ്റേയിൽ ബ്രിക്സ് വെച്ച് കൊടുക്കാം.
വില്ലേജേഴ്സിന് ടാപ്പ് ഡോർ ഉള്ളതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, മൊത്തം പണിത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. നമുക്കിനി വില്ലേജേഴ്സിനെ അതിനകത്തോട്ട് കൊണ്ടുവരണം.
പിന്നെ ഇന്നത്തെ വീഡിയോ റെക്കോർഡ് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാരണം